കട്ടക്കുന്നില്ലേ ഇതൊക്കെ ഒരു വെയിലല്ല മണി 10:30 മണിക്ക് ഇങ്ങനെയാണെങ്കിൽ 12 മണിക്കാണെങ്കിൽ. അപ്പോൾ നിങ്ങളൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ പൊങ്കാലിടാൻ പോവാം. ഇത് ആറ്റുകാൽ പൊങ്കാല 2025 അപ്പോൾ നാളെയാണ് പൊങ്കാല. ഇന്ന് ഡേറ്റ് വന്നിട്ട് 12 മാർച്ച് 2025 നാളെ 13 പൊങ്കാല. ഇപ്പം ഇന്ന് വൈകുന്നേരം ഞാനും വൈഷു പിന്നെ വാണിയായിട്ട് നേരെ കിള്ളിപ്പാല പുത്തൻകോട്ടയിൽ പോവുകയാണ് ഇവരെ കൊണ്ട് വിടാൻ വേണ്ടിയിട്ട്. ഞാൻ തിരിച്ച് വരും, എനിക്ക് ജോലിക്ക് പോകണം സോമാറ്റ് 6 മണിക്ക്. ഇപ്രാവശ്യം അമ്മ വരുന്നില്ല, കാരണം അപ്പയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് അമ്മ അപ്പനോടെയാണ്. അപ്പോൾ വാണീനെ വൈഷുവിനെ മാത്രം കൊണ്ട് വിട്ടിട്ട് വരും. പിന്നെ നാളെ രാവിലെ ആകുമ്പോൾ ഞാൻ ഒന്നുകൂടെ അങ്ങോട്ട് പോയിട്ട് നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ കാണിച്ച് എന്തൊക്കെയാണുള്ളത്. ഓക്കെ ശരി, ഓക്കെ പോരാ. ഇനി പറ, നിങ്ങൾക്ക് പൊങ്കാല നിങ്ങൾക്കുള്ളതാണ്, എനിക്കുള്ളതല്ല. നിങ്ങളാണ് പറയേണ്ടത്. എന്തെങ്കിലുമൊക്കെ പറ, പൊങ്കാല എങ്ങനെയാണ് ഇപ്രാവശ്യത്തെ? നമ്മൾ കഴിഞ്ഞ പൊങ്കാല വ്ളോഗ് ചെയ്തില്ലായിരുന്നു, അതിന് മുമ്പ് ചെയ്തില്ലേ നമ്മൾ. വലിയ വ്യൂസും ഇല്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഈ പൊങ്കാലെങ്കിൽ നല്ലപോലെ വ്യൂസ് ഒക്കെ ആയിട്ട് തരണം കേട്ടല്ലോ. കഷ്ടപ്പെട്ടാണ് ചെയ്യണ ഓരോ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ അത്ര തന്നെ ജീവിതത്തിൽ പറയട്ടാ. എൻ്റെ അല്ല ഷാ പോവാന്നാ. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും വൈഷു വന്ന് പറ, നീ പറ. നീ പറ, ഡയലോഗ് പറ, ഞാൻ പറയണം, നീ പറ. ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷം ലൈഫ് അടിച്ചു ഓടിക്കണം. കമോൺ ഗൈസ്, കട്ടക്ക് നിൽക്കണം. ഓക്കെ, അപ്പൊ പോന്നാ. കമോൺ ഗൈസ്, കട്ടക്ക് നിൽക്കണം. ബാ ലൈഫ് അടിച്ചു പൊളിക്കണം ഗൈസ്. കമോൺ ഗൈസ്, കട്ടക്ക് നിൽക്കണം. പറ. ഓക്കെ, പോവാം ഷൂട്ടി. ഇപ്പോൾ പേഴ്സ്, ഫോൺ, ഹെഡ്ഫോൺ, പൊങ്കാലപ്പാന പാത്രം, അരി, ശർക്കര എല്ലാം അടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കിള്ളിപ്പാലം പുത്തൻകോട്ട. അവിടെ കറക്റ്റ് 3 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 5:30 മണിയായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ലെഫ്റ്റ് വരെയാണ് പോകേണ്ടത്. വഴി അടച്ചിരിക്കണം അല്ലേ, വിടൂല. ശരി, പോ, നേരെ പോയി ലെഫ്റ്റ് പോകാം, കുഴപ്പമില്ല. നമുക്ക് വേറെ വഴിയൊക്കെ ഉണ്ട്, വിഷയങ്ങളൊന്നുമില്ല. എല്ലാവരും ഉണ്ടല്ലോ. വാണിയുടെ അപ്പയാണിത്, ഇത് വാണിയുടെ ചാട്ടൻ. ഇത് പൊങ്കാല വ്ളോഗിൽ ഇവരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തേക്ക്. എല്ലാം അറിയാമല്ലോ, ഒന്നും പറയട്ടെ അല്ലേ. കടലിലൊക്കെ ഉണ്ട് സാധനങ്ങളൊക്കെ കാണിച്ചാ. പപ്പടോടെ ഉണ്ട്, നെല്ലിക്ക ഉണ്ട്, ബിസ്ക്കറ്റ് ഉണ്ട്, പിന്നെ പമ്പാരം ഉണ്ട്, ഡ്രിങ്ക്സ് ഐറ്റംസ് ഉണ്ട്, നാരങ്ങ വെള്ളം, ബോഞ്ചി വെള്ളം, പിന്നെ സർപ്പത്തൊക്കെ ഉണ്ട്. ഇതാണ് കടയുടെ ഓണർ. പാർക്കിങ്ങിലും നാരങ്ങ വെള്ളം, ബോഞ്ചി വെള്ളം ഇങ്ങോട്ട് വന്നാൽ മതി. സൂപ്പർ അടിച്ചിരുന്ന ലൈറ്റൊക്കെ ഇട്ട്. ഐറ്റം ഉണ്ടല്ലോ, ഐറ്റൊക്കെ ഉണ്ട്. വലിയ സാധനം എടുത്തില്ലല്ലേ, ഒന്നും പറഞ്ഞില്ലല്ലോ. പൊങ്കാല വ്ളോഗ് ആറ്റുകാൽ പൊങ്കാല 2025 എന്തായാലും ഉള്ളത് ഇവിടെ കാണിക്കാം. ഇരിക്കട്ടല്ലേ ആച്ചോടാ. ശരി, അപ്പോൾ ഇതൊക്കെയാണ് സാധനങ്ങളൊക്കെ. എല്ലാം മനസ്സിൽ ഒന്നും മിച്ചമില്ലല്ലോ വാങ്ങിയായിട്ട്. ഏലക്ക മാത്രം വേണം. തെരളിയല്ലേ? ശരി, ബൈ, സീ യു. നാളെ കാണാം. ശരി, പോട്ടെ, പോയിട്ട് ബൈ. വീട്ടിൽ പോകണം, ജോലിക്ക് പോകണം. നാളെ വരാം. ഇറങ്ങട്ടാ, ജോലിക്ക് 6 മണിക്ക് പോകണമായിരുന്നു. സമയം വീട്ടിൽ നിന്ന് പൂ വാങ്ങാൻ പറഞ്ഞൊരു മിനിറ്റ്. അങ്ങനെ പൂ വാങ്ങിച്ച് കഴിച്ച് വിളക്കിനുള്ളത്. ഇനി വേറൊന്നും വാങ്ങാനില്ലോ. ഓക്കെ, നമ്മൾ വീട്ടിലേക്ക് വന്നാച്ച് പയ്യെ വെള്ളം കിടക്കാൻ ടൈൽസിൽ ചർക്കി അടിച്ച് വീഴും. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം ആയിട്ടുണ്ട്, പൊങ്കാല ആയിട്ടുണ്ട്. ഇന്ന ദിവസം അപ്പോൾ ഉറങ്ങി കഴിച്ചു ലേറ്റായി പോയി. അപ്പോൾ 4 മണി അലാറം വെച്ചായിരുന്നു. അപ്പോൾ അലാറം ഓഫ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കിടന്നേവിടെ 5 മണിയായി. മണി 6 മണിയായി കുളിച്ചിറങ്ങിയപ്പോൾ. അപ്പോൾ സമയം ഇപ്പോൾ അപ്പാ കമോൺ. കൂടുതലൊന്നും പറയാൻ സമയമൊന്നുമില്ല, ബാക്കി അവിടെ പോയി കാണിച്ചിരാം. ഓക്കെ, അപ്പോൾ ജീവിതത്തിൽ എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ അല്ലേ, അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, നല്ല ഊരി വയ്ക്കണമായിരുന്നു. മറന്നുപോയി. ശരി, കുഴപ്പമില്ല. വെളിച്ചൊന്നും തുടങ്ങി കേട്ടോ, നേരത്തെ പോകണമായിരുന്നു. നമ്മൾ ഐശ്വര്യമായിട്ട് വീട്ടിൽ ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ 4:30 മണിക്ക് എഴിച്ച് 5 മണിക്ക് അവിടെ നിൽക്കാൻ പ്ലാൻ ചെയ്തത്. വേറെ ഒന്നുമില്ല, ചിലപ്പം നേരം വെളുക്കുമ്പോൾ ബ്ലോക്ക് കൂടുമ്പോൾ വണ്ടിയിൽ നിന്ന് കടത്തി വിടൂല അങ്ങോട്ടൊന്നും പോലീസുകാർ. അപ്പോൾ നേരത്തെ പോയി കഴിഞ്ഞാൽ വേറെ വിഷയമില്ലല്ലോ. ഓക്കെ, നമ്മളങ്ങനെ പൂജപ്പുരത്തിലുണ്ട്. നമ്മൾ പോകുന്ന വഴി എന്ന് പറയുന്നത് നേരെ പോകുന്നില്ല, ഇവിടെ നിന്ന് ലൈറ്റ് എടുക്കുകയാണ്. ജഗതി വഴി പോകാം കേട്ടോ. നേരെ പോയാൽ കുഞ്ചാലമ്മൂട് കരമ, അതുവഴി പോയി ബ്ലോക്ക് ആവും. കമോൺ കൊയ്ക്ക്. എന്തൊരു ഐശ്വര്യമില്ലേ രാവിലെ ഭക്തിഗാനം കേൾക്കാനായിട്ട്. ആഹാ, ഫ്രഷ് ഫീൽ, ഫ്രഷ്. ഈ വഴി എന്ന് പറഞ്ഞാൽ കിള്ളിപ്പാലം CIT റോഡാണ്. ഇവിടെ വലിയ ബ്ലോക്ക് ഇല്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ബസ് ലോറിയൊക്കെ നിർത്തി കഴിഞ്ഞാൽ ബ്ലോക്ക് ആവും, അത്ര തന്നെ. ലോറി വരില്ല ഈ സമയത്തും. ബസ്സും ടെമ്പോ കാറൊക്കെയാണ് ബ്ലോക്ക് ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഓഹോ, ബ്ലോക്ക് ആക്കിയാ നല്ല പൊയ്ക്കൊണ്ടിരുന്നു. ഇത്ര നേരം അണ്ണ നില്ലെണ്ണ കയറി പൊയ്ക്കോട്ടെണ്ണ, 1 മിനിറ്റ് എണ്ണ വെയിറ്റ് ചെയ്യണം. വാ, സൂപ്പർ അല്ലേ ഇത് തന്നെ അല്ലേ പൊങ്കാല വൈബ്. ഇങ്ങനെ ഇരിക്കണ്ട. ലെഫ്റ്റ് പോയാൽ ആറ്റുകാൽ കോവിലോട്ട് പോകാൻ പറ്റും. നമുക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല, നമ്മൾ നേരെ പോയിട്ട് ലെഫ്റ്റ് എടുക്കാം. പൊങ്കാലയുടെ ആൾക്കാരൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മമാർ, അനിയത്തിമാർ, ചേച്ചിമാർ എല്ലാവരും ഉണ്ട്. തിരക്കുകൾ വലിയ കുഴപ്പമില്ല, വണ്ടികൾ പോകണം വലിയ കുഴപ്പമില്ലാതെ, ബ്ലോക്കൊന്നും ഇല്ല. ലെഫ്റ്റ് പോകും, കുഴപ്പമില്ല, ഫ്രീ തന്നെ. സംഭവം പണ്ടൊരു പൊങ്കാലയ്ക്ക് പോകാൻ നേരത്ത് വണ്ടി ബ്ലോക്ക് കളഞ്ഞ് ഒരു ടൈം കഴിഞ്ഞ സമയത്ത്. ഇപ്പോൾ വലിയ കുഴപ്പമില്ല, നമുക്ക് കയറി പോവാം.
നല്ല പയ്യെ ഉരുട്ടി പോയാൽ മതി. ആൾക്കാരെ നടന്ന് പോകാൻ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട്. അപ്പോൾ ആർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ പോകണം അല്ലേ. നല്ല പാട്ടുകൾ കേട്ടോ. പക്ഷേ ഈ പാട്ട് കേൾക്കാൻ പറ്റില്ല, കോപ്പറേറ്റ് വരും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കട്ട് പോകും കേട്ടോ. ഇപ്പോൾ പൊങ്കാലിടാൻ ആൾക്കാരൊക്കെ തെളിക്കുള്ള മാവ് വരക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് 10:15 മണിക്കാണ് പൊങ്കാല ഇടേണ്ടത് എന്നാണ് പറഞ്ഞത്. മണി ഇപ്പോൾ 6:15 ആയുള്ളൂ, സമയമുണ്ട്. ഓരോ ജംഗ്ഷനിൽ ഓരോ പാട്ടുകൾ. നമ്മളെ ജംഗ്ഷൻ പുത്തൻകോട്ട ജംഗ്ഷനാണ്. വാ പാട്ട് കണ്ട വൈബ് വരുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്, വേറെ വിഷയമില്ല. ഹായ്. വണ്ടി വയ്ക്കാൻ പറ്റാത്ത വണ്ടി ഓക്കെ, വണ്ടി സേഫ് ആണല്ലോ, വണ്ടി വീഴാനൊന്നുമില്ലല്ലോ. മണി കഴിച്ചാ? വയസ്സ് ഉറങ്ങിയാ? ഉറക്കോ? ഓക്കെ വയസ്സ് ഉറങ്ങിയപ്പോൾ താമസിച്ച് കഴിക്കാൻ 4:30 അലാറം വെച്ച്. അലാറം ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കിടന്നപ്പോൾ 5:30 മണിയായി. ഉറങ്ങിപ്പോയി അറിയാതെ. കുഴപ്പമില്ല, എത്തി നമ്മള്. വാണി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തങ്ങോട്ട് പോകണം. നമ്മളെ വീട്ടിലല്ല, ഇവിടെ അല്ല പൊങ്കാലയിടണം. അപ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് വീടുണ്ട് അപ്പുറത്ത് റോഡിൽ. അപ്പോൾ അവിടെയാണ് നമ്മൾ പൊങ്കാലിടാൻ പോകുന്നത്. അപ്പോൾ സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ കല്ലുകൊണ്ട് വെക്കാനുണ്ട്. കല്ലെന്ന് പറയുമ്പോൾ അടുപ്പ് വേറെ ഒന്നുമില്ല. ഓക്കെ, വാ, കമോൺ ക്വിക്ക്. വാണി ക്വിക്ക് തന്നെ, ഞാൻ സ്ലോ അല്ലേ. മൈക്കിന്റെ ഇതുണ്ടല്ലോ, ക്ലിപ്പ് ഉണ്ടല്ലോ, എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അതിന് ഒരു പിന്ന് വെച്ചിരിക്കുകയാണ്. ചെറിയ വൃത്തികളുണ്ട്, കുഴപ്പമില്ല. വാ, അവിടെയാണല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ, പൊങ്കാലിടാൻ പോകുന്ന ലൊക്കേഷൻ. കല്ല് പറഞ്ഞത് ഇവിടെയാണ്, ഈ ഭാഗത്തായിട്ട്. അപ്പോൾ നമ്മളെ കല്ല് എവിടെയാണ്? കല്ല് വെച്ചാ? ഓക്കെ, ഇതാണ് നമ്മളെ കല്ല്. അപ്പോൾ ഇവിടെയാണ് നമ്മളെ സീറ്റ് വരുന്നത്, പൊങ്കാലിടാൻ പോകുന്നത്. പൊങ്കാലായിട്ട് കറങ്ങാൻ പോയില്ലോ ഇടത്തും? ലാസ്റ്റ് പോകാനാ. ഇപ്പോഴാണെങ്കിൽ വലിയ കുഴപ്പമില്ല, വെയിലില്ല. കുറച്ച് കഴിയുമ്പോൾ വെയിൽ കൂടി കഴിഞ്ഞാൽ കറങ്ങാൻ പറ്റില്ല. കാപ്പിയൊക്കെ അവിടെ നിന്ന് കാപ്പി ഇവിടെ തരുമല്ലോ അല്ലേ? വീട്ടിൽ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. ശരി, ഞാൻ പോയിട്ട് നമുക്ക് കുറച്ച് നേരം അങ്ങോട്ടൊക്കെ പോയിട്ട് വരാം. ചുമ്മാ എന്തെങ്കിലും കാണാം. പൊങ്കാല സമയമില്ല, നല്ല രസമായിരിക്കും. ഫുൾ ബിസി ആരിയാണ്. ആൾക്കാർ അങ്ങോട്ടും പോകണം, കാണാൻ രസമായിരിക്കും. സംഭവം ഒരു ഉഗ്രം പണി കെട്ടി. പെട്ടെന്നാണ് മൈക്ക് കംപ്ലൈൻ്റ് ആയി പോയത്. അത് കാരണം കുറച്ചൊക്കെ വോയിസ് ഓവർ വരാൻ പോവുകയാണ്. ഒന്ന് ക്ഷമിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ നിൽക്കുന്ന 3 പേരാണ് ഉച്ചയ്ക്കുള്ള അന്നദാനത്തിൻ്റെ പാചകക്കാർ. അപ്പോൾ ഇവിടുത്തെ എല്ലാ ജോലിയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ചോറും കറികളൊക്കെ നമുക്ക് കാണാം. വെജ് മീൻ കറി, ചോറ്, സാമ്പാർ, അവിയൽ, പച്ചടി, തോരൻ ആൻഡ് മാങ്ങ അച്ചാർ. ഇത്രയും കറികളുണ്ട്. സത്യം പറഞ്ഞ എല്ലാ ഐറ്റവും പറഞ്ഞ സമയത്തിനുള്ളിൽ പാചകം ചെയ്ത് സൂപ്പറാക്കി റെഡി വെച്ചിട്ടുണ്ട്. ഇവരാണ് എല്ലാ വർഷവും ഇവിടെ പാചകം ചെയ്യുന്നത്, എല്ലാ പൊങ്കാലയ്ക്ക്. ഇപ്പോൾ ഈ അന്നദാന കാര്യങ്ങൾ ആരാണ് ഏറ്റു നടത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ പുത്തൻകോട്ട തേര ജംഗ്ഷനിൽ നമ്മളെ പ്രിയപ്പെട്ട അർച്ചന തിയേറ്റേഴ്സിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ അവർക്കൊരു വലിയ താങ്ക്സ് കൊടുത്തേക്കാം. അപ്പോൾ താങ്ക് യു അർച്ചന തിയേറ്റേഴ്സ്. ചൂട് ചായ. കുറച്ച് റെസ്റ്റ് എടുക്കാൻ പോകണം. വൈശുവിന്റെ മടി കിടന്ന് വൈശുവിനെ ഉറക്ക് പാട്ട് പാടും. രാവിലെ കഴിച്ചല്ലേ, അത് ചെറിയ ഉറക്കപ്പിച്ചുണ്ട്. അതങ്ങനെയാണ്, നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കാൻ ടൈം മാറി കഴിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ഉറക്കം പോലെ വരും. ജസ്റ്റ് ഒന്ന് കിടന്നിട്ട് ഉറങ്ങണില്ല, ജസ്റ്റ് ഒന്ന് കിടന്നിട്ട്
കുറച്ച് ഞങ്ങൾക്ക് വ്ളോഗ് ചെയ്യാൻ പോകാം ബാക്കി. ഇപ്പോൾ രാവിലത്തെ കാപ്പി റെഡി ആയിട്ടുണ്ട്, വാങ്ങാൻ പോയല്ലേ. അപ്പോൾ കമൺ ക്വിക്ക്. അപ്പോൾ ദോശയും സാമ്പാർ, ദോശയല്ല ഇഡ്ഡലി സാമ്പാർ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പാണിക്ക് ഇഡ്ഡലി കിട്ടിയാൽ സാമ്പാർ കിട്ടിയില്ല, സാമ്പാർ സ്റ്റോക്ക് തീർന്നു പോയി. അടുത്ത വരും വെയിറ്റ് ചെയ്യാം. കമൺ. സാമ്പാർ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇഡ്ഡലി സാമ്പാർ ഒരു പരിപാടി വരട്ടെ. പപ്പടം ഉണ്ടോ? സൂപ്പർ, അടിപൊളി, വച്ച് തിന്നേണ്ടതാ. അപ്പോൾ കഴിക്കാന്നാ വലിയ പപ്പടം, 4 ഇഡ്ഡലി സാമ്പാർ. 4 വേണ്ട 3 മതി, ഡയറ്റ് ആണ് ഇപ്പം. നല്ല വിശപ്പോടെ 4 കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. കഴിച്ച് നോക്കും പറയാൻ പറ്റും. എപ്പോഴും നല്ല വിശന്ന് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഹൈ ആയിരിക്കും. ഒരുപാട് വിശന്ന് കഴിക്കില്ല, അത് പ്രശ്നമാണ്, ഗ്യാസ് കയറും. അതുകൊണ്ട് കറക്റ്റ് വിശക്കുമ്പോൾ കഴിച്ചോണം. ഓക്കെ. വയസ്സ് കുളിച്ച് കഴിഞ്ഞ് റെഡി ആയാ പെട്ടെന്ന് പെട്ടെന്ന്. അമ്മേ നാരായണ, ഇത് സ്ത്രീകൾക്കുള്ള ശബരിമല ആയതുകൊണ്ട് ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ട് പോകേണ്ടത്. ചൂട്ടും കൊതും എടുത്തുകൊണ്ട്. സത്യം പറഞ്ഞത് വാണിയാണ് ചുമക്കേണ്ടത്. പിന്നെ ഭാര്യയ്ക്ക് വേണ്ടി ചില ത്യാഗങ്ങൾ ഭർത്താവ് ചെയ്തല്ലേ പറ്റൂ, അങ്ങനെ ചെയ്യണമെന്നേ ഉള്ളൂ. ഓക്കെ, വാണി ഇവിടെ വയ്ക്കുകയാണ് ഈ സൈഡിലായിട്ട്. ഐശൂട്ടി പറഞ്ഞാ പൊങ്കാലടാ, വാ സമയം കാപ്പി കുടിച്ചാ നല്ല പോലെ. എവിടെ നിന്ന് ഒരു ഇഡലി കഴിച്ചു ആപ്പടാ, 2 കഴിക്കുമ്പോൾ 1 കഴിക്കുള്ളൂ. അത് 1 മണിക്കൂറാണ് കഴിക്കാം, വെച്ചിരിക്കും. നേരത്തെ പറഞ്ഞ കുറേ കാര്യങ്ങൾ റെക്കോർഡ് ആയിട്ടില്ല, സോറി, ക്ഷമിക്കണം. മൈക്ക് അഡാപ്റ്ററാണ് കംപ്ലൈൻറ്റ് ആണെന്ന് അറിഞ്ഞൂടാ, ചെക്ക് ചെയ്യണം നേരത്തെ പോയിട്ടൊന്ന്. ബർഗർ വയ്ക്കുമ്പോൾ ബർഗർ അറിയാമോ? ബർഗർ അതേപോലെ തന്നെ. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തെരളിക്കൊണ്ടിരിക്കുകയാണ്. പായസം, തെരളി, വെള്ളച്ചോറുണ്ടല്ലേ? വെള്ളച്ചോറ്, പയറുണ്ടോ? പയർ വയ്ക്കും അല്ലേ? ഇപ്പൊ എന്തെങ്കിലും പറയാനുണ്ടോ പൊങ്കാലയായിട്ട്? ഇപ്പൊ പഠിക്കണ ജോലിക്ക് പോണ? ജോലിക്ക് ലീവ് കിട്ടിയാ? ഇവിടെ തന്ന് കുഴപ്പമില്ല. ചില കമ്പനി ലീവ് എടുക്കൂല, അങ്ങനെ കൊണ്ടല്ലേ? അത് വാണിക്കറിയാം, അത് കമ്പനിയാണല്ലേ? അപ്പോൾ പണ്ടാരടുപ്പ് കത്തിക്കാൻ സമയമായിട്ടുണ്ട്. കറക്റ്റ് 10:15. മണി ഇപ്പോൾ കറക്റ്റ് 10:14 കഴിഞ്ഞിട്ടുണ്ട്. 10:15 ആവാൻ സെക്കൻഡ് മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ? വേണേ കത്തിക്കണ്ടേ? ഉറച്ച് സംസാരിക്കണം, കാരണം മൈക്കില്ല. കാരണം ഈ പാട്ടും ബഹളത്തിലൊക്കെ കേൾക്കൂല പറഞ്ഞ കാര്യം. ഉറച്ച് സംസാരിക്കണം കേട്ടല്ലോ. അപ്പോൾ വൈശൂട്ടി ഭയങ്കര മൂഡ് ഓഫാണ്. എന്ത് പറ്റി വൈശൂട്ടി? എല്ലാം പുതിയ ആൾക്കാരായോണ്ടാ? അതൊക്കെ ശരിയാവും, കമ്പനി അടിച്ചാൽ മതി. കളിക്കാൻ ടോയ്സ് ഒന്നും ഇല്ല. ഗെയിം കളിക്കാൻ അവരോട് ചേർന്നെങ്കിലും. അക്കുത്തിക്കുത്താന ആ പാട്ട് അറിയാമോ? എന്തെങ്കിലും പറ. പൊങ്കാലല്ലേ, വൈബ് കാണിക്കണ്ടേ? അങ്ങനെ മൂഡ് ഓഫ് അല്ലേ? നാണം. പുതിയ ആൾക്കാരല്ലേ അവരൊക്കെ. മണി 10:15 കത്തിക്കാറുണ്ട്. കാറ്റ് അങ്ങോട്ട് അടിക്കാനുണ്ട്, പുക കംപ്ലീറ്റ് കണ്ണടിക്കുകയാണ്. കണ്ണിലടിക്കുമ്പോൾ കംപ്ലീറ്റ് കണ്ണ് നിറഞ്ഞ് കരയാണ് വാണി. പക്ഷെ ഒട്ടും തന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല വാണി. അത് യാതൊരു മാറ്റവും ഇല്ല. ദേവിക്ക് വേണ്ടി അത്രയ്ക്ക് ഭക്തിയോടെ നിൽക്കുകയാണ്. ആറ്റുകാലമ്മ അമ്മയും നാരായണ ദേവി നാരായണ പറഞ്ഞുകൊണ്ട്. ന്യൂസ് കട്ടക്കിതില്ലേ നിൽക്കണം കാറ്റ് അല്ലേ? ഇതൊക്കെ ഒരു വെയിലല്ല. മണി 10:30 മണിക്ക് ഇങ്ങനെ ആണെങ്കിൽ 12 മണിക്കാണെങ്കിൽ വീട്ടിൽ പോണ ഐശ്വര്യ പറ്റുള്ള പുക അടിക്കല്ലേ, ചുമക്കും പിള്ളേരല്ലേ, വേണ്ട കണ്ണു തീർന്നല്ലേ? ചാരുമില്ലേ വീട്ടില്? അയ്യോ ആരുമില്ലേ? വീട്ടിൽ ആരുമില്ലല്ലോ. എന്ത് ചെയ്യാം പശുട്ടി? പശുവിന് കാര്യം വീട്ടിനകത്ത് പോയി. വീട്ടിലാരും ഇല്ല അവിടെ. ചില സമയത്ത് പുക കറക്റ്റ് അടിച്ച് വെളിയിൽ പോകും. ഈ പ്രാവശ്യം ഫുൾ പുക അകത്തടിക്കുകയാണ്, ഒരു രക്ഷയില്ല. ഇവിടെ ഇരിക്കണ അവിടെ നിന്നോ? ഓക്കെ, പശുട്ടി ഒറ്റയ്ക്ക് ബോറടിക്കണ? ഞാൻ ഇരിക്കാം പശുവിടെ, മതിയാ? അപ്പൊ അന്നദാനം തുടങ്ങിയിട്ടുണ്ട്, കൊടുക്കാൻ പോവുകയാണ്. പൊങ്കാല അർപ്പിക്കുവാൻ എത്തിയിരിക്കുന്ന നിറഞ്ഞ് പോകുന്നു. ഈ അന്നദാനത്തിൽ പങ്കെടുക്കുവാൻ നിങ്ങളും കഴുകി തിരികെ ഏൽപ്പിക്കേണ്ടതാണ്. ആശംസിക്കുന്നു. വീട്ടിലുണ്ട്. മോളുണ്ടോ? ഓക്കെ ശരി.
ഓ കെട്ടിട്ടുണ്ട് തണ്ണിമത്തങ്ങ ഓണായില്ലേ. ഓക്കെ പോയാ. അപ്പോൾ നമുക്ക് തണ്ണിമത്തങ്ങ കെട്ടിയുണ്ട്, കഴിച്ചിട്ട് പോകാം. താങ്ക് യു. നിങ്ങൾ അമ്മയാണോ? അപ്പോൾ ഈ പൊങ്കാല എങ്ങനെയുണ്ട് പറ, അമ്മയെ പറ. പൊങ്കാല എങ്ങനെയുണ്ട് ഈ പ്രാവശ്യം? നല്ല വെയിലുണ്ടാ മഴ ഉണ്ടാ? നല്ല ചൂടുണ്ടല്ലേ? ഇപ്പോൾ ഹാപ്പി പൊങ്കാല. അത്ര തന്നെ അത് എത്ര വെയിലായാലും ഒരു കുഴപ്പമില്ല. സൂര്യൻ ഇറങ്ങി ഇവിടെ വന്നാലും വിഷയമല്ല അല്ലേ? എന്തോ എങ്ങനെ ഓക്കെ പോ ശരിയാ. ആ ഓക്കെ ഓക്കെ താങ്ക് യു. ഓക്കെ ആറ്റൂരമ്മയുടെ കാർഡ് ഫോട്ടോ. വീശരി കൊണ്ട് 2 പോയുണ്ട്. ഒന്ന് വീശാങ്ങനെ കാറ്റ്, പിന്നെ ഇതുപോലെ വെയിലിൽ മറച്ചു വയ്ക്കാം കേട്ടാ. സൂപ്പറല്ലേ അല്ലേ വേണേ? എന്താണ് ഒത്തില്ല ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. നല്ല വെയിലിട്ടോ, ഒപ്പോ ഒരു രക്ഷയില്ല. നിനക്കൊന്നും കുഴപ്പമില്ല, നിറമുണ്ട്. നമ്മളൊക്കെ ഒന്നത് മീഡിയം നിറമാണ്. ആ നിങ്ങൾ കുറച്ച് കറക്കുള്ളൂ, നമ്മളൊക്കെ നല്ല കറുത്തു. ആ പോ ഇത്തിരി വെയിലുണ്ട്. പോണ്ട പൊങ്കാല പൊങ്കാല പൊങ്കാല. ആർക്കെങ്കിലും ഫാൻ വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ വീശി തരാം. ഫ്രീ ഫാൻ. പക്ഷേ ഏറ്റവും കൂടുതൽ ഓഫറുകൾ വാണിക്ക് മാത്രമാണ് അല്ലേ? ബാക്കിയെല്ലാം കുറച്ചേ ഉള്ളൂ. വാണി തളർന്നേട്ടാ, തളർന്നല്ലേ? വേർത്ത് കുളിച്ച് മേക്കപ്പ് എല്ലാം പോയല്ലോ. ഒരു പാത്രം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് തട്ടിയിട്ട് ഐസൊക്കെ ഇട്ട് പാൽ വെച്ച് കുടിക്കായിരുന്നു. കിട്ടണത് എന്താന്ന് വെച്ചാൽ വിഴിക്കാൻ നോക്ക്. 5 പേർക്ക് ഓക്കെ താങ്ക് യു. 5 തണ്ണിമത്തങ്ങ ഉണ്ട് 5 പേർക്കായിട്ട്. ഒന്ന് വാണിക്ക്, പിന്നെ ഒന്ന് അവരെ പേര് അറിഞ്ഞൂടല്ലോ. എല്ലാം എടുത്തോ, കഴിച്ചോണ്ട് പോകാനോ കഴിക്കല്ലേ? ഒരാളുടെ മേക്കപ്പ് മാത്രം പോയിട്ടില്ല. ആര് മേക്കപ്പ് പോയില്ല? എന്തുകൊണ്ട്? എങ്ങനെ ഇരിക്കണം? മേക്കപ്പ് ഇല്ല അല്ലേ? അപ്പോൾ അങ്ങനെയുണ്ട്. സൂപ്പറല്ലേ? ഓക്കെ നമ്മളങ്ങനെ പൊങ്കാലിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അടുപ്പൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെമ്പാരി അല്ലേ, ചെമ്പാരി പെട്ടെന്ന് വ്യാവില്ല. നമ്മൾ വാങ്ങിച്ചോ മാറിപ്പോയി, കുഴപ്പമില്ല. കുറച്ച് കഷ്ടപ്പെട്ട് പൊങ്കാലിട്ടിട്ടുണ്ട്. ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ഭക്തിയോടെ എല്ലാവർക്കും വേണ്ടി എന്ത് പറയാമെന്ന് ഞാൻ അപ്പോൾ അപ്പോൾ എല്ലാവർക്കും നല്ല ഐശ്വര്യം കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ ഐശ്വര്യയോടെ ഐശ്വര്യക്ക് പരാതി കുറേ നേരമായിരുന്നു. ഇവിടെ പൊങ്കാല ഇടാനാ? ഇവിടെ ഇടാൻ ശരിയാണ്. ഇവിടെ ഒറ്റയ്ക്കിട വാണിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അവിടെ ആകുമ്പോൾ ടീമൊക്കെ ഉണ്ടല്ലോ അല്ലേ? നീ വലിയ അമ്മച്ചി നാവല്ലേ, ഭയങ്കര ആളെ തന്നെ. ഐശ്വര്യ വലിയ പിള്ളേർ പൊങ്കാല ഇടണേ. മണി ഐശ്വര്യ പൊങ്കാല ഇടപ്പെടും. ആ ഒരു 10-12 വയസ്സാകുമ്പോൾ ഐശ്വര്യ പൊങ്കാല ഇടണേ കേട്ടാ. ഐശ്വര്യ ഇപ്പോൾ UKG പഠിക്കുന്നത്. ഇനി UKG കഴിഞ്ഞ് 1, 2, 3, 4 4ാം ക്ലാസ് 5ാം ക്ലാസ് ആകുമ്പോൾ വിട്ടാൽ മതി, കുഴപ്പമില്ല. ഓക്കെ ഇനി റെസ്റ്റ് കുറച്ച് നേരത്തേക്ക്. അപ്പോൾ മണി ഇപ്പോൾ കറക്റ്റ് 11:30 മണിയായിട്ടുണ്ട്. അപ്പോൾ ഊണയ്ക്ക് സമയം ആയിട്ടില്ല. എന്നാൽ പോലും ചാപ്പാട് വാങ്ങാൻ പോകാൻ പറഞ്ഞ് ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ പോയി ഞാൻ മണിയായിട്ട്. അപ്പോൾ തീന്ന് പോയി കഴിഞ്ഞാൽ കിട്ടില്ല അറിയാലോ. അപ്പോൾ കുറച്ച് ഊണ് വാങ്ങിയാൽ കുറച്ച് ബിരിയാണി വാങ്ങിയാൽ. ഊണ് വാങ്ങിച്ചാൽ മണി ഊണ് വാങ്ങിച്ച് കഴിഞ്ഞ് ബിരിയാണി മാത്രമേ ബാക്കിയുള്ളൂ. ഒരു 2 പ്ലേറ്റ് ബിരിയാണി വാങ്ങിച്ചില്ല. വെജിറ്റബിൾ ബിരിയാണിയാണ്, നോൺ വെജ് അല്ല കേട്ടല്ലോ. അപ്പോൾ മൊത്തം 3 പാത്രമുണ്ട്. 2 പാത്രം പോലത്തെ പാത്രം, ഒരു കിണ്ണം. അപ്പോൾ ഇവിടെയാണ് വെജിറ്റബിൾ ബിരിയാണി സ്റ്റോർ ഉള്ളത്. അപ്പോൾ വാങ്ങിയപ്പോൾ ഓക്കെ ബിഗ് ഓർഡർ. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ വാണിരി വിടാണ്. ഇവിടെ കറക്റ്റ് ഒരു 300 മീറ്റർ ദൂരം കാണുമായിരിക്കാം. കൊണ്ടുപോകുന്ന ഏറ്റവും വെജിറ്റബിൾ ബിരിയാണി ആൻഡ് വെജ് കറി അല്ലേ? ഇതൊക്കെ സൊമാറ്റോയുള്ള സ്ഥിരം പറയുന്ന കാര്യങ്ങളാണ്. സത്യം പറഞ്ഞാൽ മൈക്കിൽ നിന്നുണ്ടെങ്കിൽ ഒന്നും പറഞ്ഞാൽ കേൾക്കാനില്ല. എന്നിട്ട് ഉറച്ച് പറയാണ്, കേൾക്കണം കേൾക്കട്ടെ, ഇല്ലെന്നുണ്ടെങ്കിൽ വോയിസ് ഓവർ ചെയ്യാം. அது முக்கியம் இல்ல. நம்ம எது பண்ணாலும் இந்த உலகம் நம்மள உடனே உத்து பார்க்கணும். മണി ഇപ്പോൾ കറക്റ്റ് 1:15 ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ സമയമായിട്ടുണ്ട്. പോറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്. പോറ്റി ഇവിടെ പറയാമോ? പോറ്റി ഇവിടെ അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ലൈഫ് അടിച്ചു പൊളിക്കണം. 1:15 മണിക്കെല്ലാം കഴിഞ്ഞു. കഴിഞ്ഞ 10 ദിവസം എന്ത് അടിപൊളിയായിരുന്നു അല്ലേ? ഇന്നത്തോടെ പൊങ്കാല കഴിയാണ്.
ബിസ്ക്കറ്റിന്റെ സ്പോൺസർ ഈ ചേച്ചിയാണ്. താങ്ക് യു. പൊങ്കാല 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 ഈ പാട്ട് കഴിഞ്ഞാൽ പൊങ്കാല കഴിഞ്ഞ് നിർത്താം. പൊങ്കാല കഴിഞ്ഞ് എല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ തൊട്ടേ ഇടും. രാവിലെ ഇടും പാട്ട്. രാവിലെ ഇടും വൈകിട്ട് ഇടും അല്ലേ? അപ്പൊ എല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ കാണുമ്പോൾ ചെറിയൊരു എന്താ പറയുക നൊസ്റ്റാളജി ഫീൽ അല്ലേ? ഇനി അടുത്ത വർഷമേ ഇനി പൊങ്കാല കാണാൻ പറ്റുള്ളൂ. ഓരോ പൊങ്കാലയും നമുക്ക് പുതിയതാണല്ലേ? പൊങ്കാല മടുക്കുകയില്ല. അതാണ് ട്രിവാൻഡ്രംകാർക്കുള്ള ആ ഫീല്. അപ്പോൾ എല്ലാം കഴിഞ്ഞും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കഴിക്കാൻ വന്നിരിക്കുകയാണ് ബിരിയാണിയാണ്. വെജിറ്റബിൾ ബിരിയാണി ആൻഡ് വെജിറ്റബിൾ കറി. അപ്പോൾ ഇത് കഴിച്ചിട്ട് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് എവിടെയെങ്കിലും പോകണമെങ്കിൽ പോവാം, അല്ലെങ്കിൽ വീട്ടിൽ പോവാം. അത്ര തന്നെ. സൂപ്പറായി. ഇപ്പോൾ കുറച്ച് വെജ് ബിരിയാണി, കുറച്ച് ഊണ് കഴിക്കാം. ഇവിടുത്തെ നമ്മളെ ആൾക്കാരാണ് ഊണ്, അപ്പുറത്തെ ആൾക്കാരാണ് ബിരിയാണി. അപ്പോൾ രണ്ടുപേരും നമുക്ക് വേണം അല്ലേ? ക്യാലിറ്റീൻ പോലെ. പൊങ്കാല പൊങ്കാല പൊങ്കാലം പൊങ്കാല മണി ഇപ്പോൾ കറക്റ്റ് 3:50 ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്തായിരുന്നു. കുറച്ച് ഉച്ചമയക്കൊന്ന് ശരിയായി. ഇപ്പോൾ നമ്മൾ എങ്ങോട്ട് പാടത്ത് ശരി അതൊക്കെ വിടും. നമുക്ക് ആദ്യം വെള്ളം കുടിക്കാം, സർബത്ത് കുടിക്കാം. വാ, നമ്മളെ വാണിയുടെ അപ്പയുടെ കടയിൽ സർബത്ത് കുടിക്കാൻ പോവുകയാണ്. ഭയങ്കര ദാഹം, ചൂട് സഹിക്കാൻ പറ്റില്ല. അമ്മോ മഹേഷേ, 2 സർബത്ത്. കുലുക്കി സർബത്ത്. കുലുക്കിയുണ്ടല്ലോ, നോർമൽ സർബത്ത് മതി. ഓക്കെ, എൻ്റെ അടിപൊളി, സൂപ്പർ. അപ്പൊ സർബത്ത് കുടിച്ച് കഴിഞ്ഞു. അടുത്ത തോന്നുന്നു ഇനിയൊന്നും ഇല്ല, എല്ലാം കഴിഞ്ഞല്ലേ, വീട്ടിൽ പോകണ്ടല്ലേ. അപ്പൊ ഇനി അടുത്ത് വേറെ ഒന്നും ഇല്ല, ഇതൊക്കെ ഉള്ളൂ. ഇനി വൈകിട്ട് ചായ കുടിക്കണം, വീട്ടിൽ പോകണ്ട. അത്ര ഓക്കെ, നമ്മൾ ഇറങ്ങിയാണ് വീട്ടിൽ നിന്ന്. അത്ര എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആച്ചി ചേട്ടാ പോയിട്ട് വരാം. പത്തേ പോയിട്ട് അതെ. അപ്പൊ പൊങ്കാല കഴിഞ്ഞല്ലോ അല്ലേ? അടിപൊളിയാണല്ലോ. ഓക്കെ, പോവാ. സമയം കമോൺ കമോൺ, ക്വിക്ക്. KLTN വ്ളോഗ് കാണോ? നോക്കിയാൽ മതി. മിക്കവാറും നാളെ വരാൻ മതി. KLTN വ്ളോഗ്, KLTN കേരള തമിഴ്നാട്, അതാണ് ഫുൾ ഫോം. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മൾ വീട്ടിൽ കാണുമായിരിക്കാം. നോക്കാം. പൊങ്കാല പൊങ്കാല പൊങ്കാല. വൈഷു വാണിയിലെ വണ്ടി കയറിയിട്ടുണ്ട്. പിന്നെ വീട്ടിലോട്ട് പോകണമെന്ന് വേറെ ഒന്നുമില്ല.